മീഡിയ ബൈങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. മീഡിയ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് യു ടോക്ക് ടു ഈച്ച് പ്ലാറ്റ്ഫോംസ് ആൻഡ് ടെൽ ദം ദാറ്റ് ഐ നീഡ് ഇത്ര സ്ലോട്ട് വേണം. ഈ ICP ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലാറ്റ്ഫോംസിനെ ചൂസ് ചെയ്യാം. അവയർനെസ്സിന് ഞാൻ ഏത് പ്ലാറ്റ്ഫോം വേണം, കൺസിഡറേഷന് ഞാൻ ഏത് പ്ലാറ്റ്ഫോം വേണം, ഇതിനൊക്കെ വെച്ചിട്ട് മാസ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ ഞാൻ ഏത് പ്ലാറ്റ്ഫോം വേണം, ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഏത് അസറ്റ് എടുക്കണം. ഞാൻ അവയർനെസ് ആണ് റൺ ചെയ്യേണ്ടത്, ഞാൻ ഡിസ്പ്ലേ ആണോ റൺ ചെയ്യേണ്ടത്, ഞാൻ വേറെ എൻഗേജ്മെൻ്റ് ആണോ റൺ ചെയ്യേണ്ടത്, ഞാൻ ഡയറക്റ്റ് സെയിൽസിലേക്ക് എനിക്ക് പോകാൻ പറ്റൂ. ഈ സ്ട്രാറ്റജീസ് നമ്മുടെ തലയിൽ വേണം. വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. യു ഷുഡ് ഗോ ഫോർ ദിസ് ഓർ യു ഷുഡ് ഗോ ഫോർ ദാറ്റ്. ഇങ്ങനെ നമ്മളിതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് പറഞ്ഞ പേരാണ് മീഡിയ പ്ലാനിങ് ആൻഡ് മീഡിയ ബൈങ്. മീഡിയ ബൈങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. മീഡിയ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് യു ടോക്ക് ടു ഈച്ച് പ്ലാറ്റ്ഫോംസ് ആൻഡ് ടെൽ ദം ദാറ്റ് ഐ നീഡ് ഇത്ര സ്ലോട്ട് വേണം, ഇത്ര സ്ലോട്ട് വേണം ഫോർ ദിസ് അവയർനെസ് ഓർ ഫോർ ദിസ് എൻഗേജ്മെൻറ്റ് ഓർ ഫോർ കൺവേർഷൻ. അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റർ എന്നാണ് ഞാൻ പറഞ്ഞില്ല. വെറുതെ ആഡ് റൺ ചെയ്യണോ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കാത്തതിൻ്റെ റീസൺ അത്രേ ഉള്ളൂ. ഈ പറയുന്ന സിസ്റ്റംസ് അറിയാത്ത ഒരുത്തനക്ക് അത് ആ പറയുന്ന സിസ്റ്റത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റില്ല.